മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് LCM ആൻഡ് HCF എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് LCM എന്ന് നോക്കാം. LCM ആൻഡ് HCF, ലസാഗു ആൻഡ് ഉസാഗ. LCM means least common multiple. least common multiple. ലഘുതമ സാധാരണ ഗുണിതം. ലസാഗു ലഘുതമ സാധാരണ ഗുണിതം. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഉസാഖ മലയാളത്തിൽ അതിനെ ഉസാഖ എന്ന് പറയും, ഉത്തമ സാധാരണ ഘടകം. The least number which is exactly divisible by the given number is called their LCM. And the HCF is the HCF of two or more than two numbers is the greatest number that divide each of them exactly. Example, what is the smallest number divisible by 8, 9 and 12? What is the smallest number divisible by 8, 9 and 12? Right? 8, 9 and 12 like this. ഇതുപോലെ ഒരു കോളം മാർക്ക് ചെയ്യുക. ഈ 8, 9, 12 എന്ന് പറയുന്ന സംഖ്യകളെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായ 2 കൊണ്ടാണ് ആദ്യമായി ഇതിനെ ഹരിക്കുന്നത്. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒന്നും അതേ സംഖ്യയും കൊണ്ട് മാത്രം ഹരിക്കാവുന്ന സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. 2, 3, 5, 7, 11, 13, 17 തുടങ്ങിയിട്ടുള്ള സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണ്. നമ്മൾ ആദ്യത്തെ അഭാജ്യ സംഖ്യയായ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായ 2 ആണ് നമ്മളിവിടെ എടുക്കുന്നത്. 2 കൊണ്ട് തന്നിരിക്കുന്ന സംഖ്യകളെ ആദ്യം തന്നെ ഹരിക്കുകയാണ്. അപ്പോൾ 8നെ നമുക്ക് ഹരിച്ചു കഴിഞ്ഞാൽ 4 തവണ ഇതില്ലാത്ത 8ല് 2 പോകും. അപ്പോൾ 4 എന്ന് താഴ്ത്തി എഴുതുക. 2നെ 9ൽ പോകാത്തതുകൊണ്ട്, പൂർണ്ണമായും പോകാത്തതുകൊണ്ട് 9 അതുപോലെ താഴ്ത്തി എഴുതുക. അതുപോലെ 12ന്റെ അകത്ത് 2 6 തവണ പോകും. ഇതുപോലെ എഴുതിയതിനു ശേഷം വീണ്ടും 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇവിടെ 2 കിട്ടും. 9 പോകാത്തതുകൊണ്ട് അതുപോലെ താഴ്ത്തിയിടുക. 6ന്റെ അകത്ത് 3 തവണ പോകുന്നതുകൊണ്ട് 3 എന്ന് എഴുതി. വീണ്ടും ഇതിനെ ഇനി 2നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പോ 9ഉം 3ഉം ഉള്ളത് കൊണ്ട് 3 കൊണ്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. അപ്പോ 2ന് പോകാത്തത് കൊണ്ട് 2 അതുപോലെ എഴുതി. 9ൽ 3 തവണ പോകും, ഈ 3ൽ 1 തവണ പോകും. അപ്പൊ ഇതിന്റെ LCM എന്ന് പറയുന്നത് ഈ സംഖ്യകളെല്ലാം കൂടി ഗുണിച്ചു കിട്ടുന്ന പ്രോഡക്റ്റ് എത്രയാണോ അതായിരിക്കും അതിന്റെ LCM എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 8, 9, 12 എന്നീ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 2 × 2 × 3 × 2 × 3 that is equal to 72. എക്സാമ്പിൾ 1 ആയി. മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. What will be the least number which when doubled will be exactly divisible by 24, 18, 21 and 10? What will be the least number which when doubled will be exactly divisible by 24, 18, 21 and 10? ഇരട്ടിയാകുമ്പോൾ 24, 18, 21, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയെ ഇതുപോലെ എഴുതുക. 24, 18, 21, 10. ഈ സംഖ്യകളെ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ വീണ്ടും നമ്മൾ ഇതിനെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായ പ്രൈം നമ്പറായ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് 12, 9, 21ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ താഴ്ത്തി എഴുതുക. 10ന്റെ അകത്ത് 5 തവണ 2 പോകും. വീണ്ടും ഇതിനെ 3നെ കൊണ്ട് ചെയ്യാം. ഇവിടെ 4, 12, 3 കിട്ടും. 3, 9, 7, 3, 21, 5 അതുപോലെ താഴ്ത്തിയിടുക. ഇനി ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും ഇതിന്റെ
ലസാഗു എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 4 എന്നുള്ള സംഖ്യ ഉണ്ടെങ്കിലും ഇതിനെ 4നെ വീണ്ടും ചെയ്താൽ നമുക്ക് അതേ ഉത്തരം തന്നെയാണ് കിട്ടുക എന്നുള്ളത് കൊണ്ട് വീണ്ടും ഈ 4 നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇതിന്റെ LCM എത്രയാണെന്ന് നോക്കാം. LCM ഓഫ് ദ ഗിവൺ നമ്പേഴ്സ് ഈക്വൽ ടു 2 into 3 into 4 into 3 into 7 into 5. This is equal to 2520. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യയുടെ ഡബിളിനെയാണ് ഇരട്ടിയെയാണ് 24, 18, 21, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിന്റെ ഹാഫ് എത്രയാണെന്ന് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2520 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1260. That is the given answer. Yes. Then next question. The smallest perfect square which is exactly divisible by 2, 3, 4, 5 and 6. The smallest perfect square which is exactly divisible by 2, 3, 4 and 6. നമുക്ക് നോക്കാം. ഇതിൽ ആൻസർ തന്നിരിക്കുന്നത് അതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. The smallest perfect number which is exactly divisible by 2, 3, 4, 5 and 6. ഈ സംഖ്യകളെ ഇതേപോലെ എഴുതുക. 2, 3, 4, 5, 6 ഇത്രയും സംഖ്യകളാണ് ഉള്ളത്. ഇതിൽ 2 എന്ന് പറയുന്നത് 4ന്റെ ഒരു ഘടകമായതുകൊണ്ട്, ഒരു ഫാക്ടർ ആയതുകൊണ്ട് 2 ഇതിന്റെ അകത്ത് എടുക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ 3 എന്ന് പറയുന്നത് 6ന്റെ ഒരു ഘടകമായതുകൊണ്ട് വീണ്ടും നമ്മൾ 3 ഇതിന്റെ അകത്ത് എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമയം നമുക്ക് കൂടുതൽ ചെലവാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ മതി. 4, 5, 6 എന്നുള്ള സംഖ്യകളെ മാത്രം എടുത്ത് വളരെ എളുപ്പത്തിൽ LCM കാണാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. 2 കൊണ്ട് 2, 5, 3. ഇതിന്റെ LCM എന്ന് പറയുന്നത് 2 into 2 into 5 into 3. This is equal to 60 ആണ് ഇതിന്റെ LCM. ഇതിന് പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിന്റെ അകത്ത് ആൻസർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓപ്ഷൻ എ ഈക്വൽ ടു 1600, option B equal to 900 and C is equal to 784 and D is equal to 1800. നമ്മൾ കാണേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഈ 60 കൊണ്ട് കിട്ടിയിരിക്കുന്ന LCM കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റുന്ന, പൂർണ്ണമായും ഹരിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ചെറിയ സ്ക്വയറായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഇതിന് 1600 സ്ക്വയർ ആണ്. 40 into 40 എന്ന് പറഞ്ഞാൽ 1600 ആണ്. എന്നാൽ 30 into 30 എന്ന് പറയുമ്പോൾ നമുക്ക് 900 കിട്ടും. അപ്പൊ ഇവിടെ 60നെ കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റുന്നതും സ്ക്വയറായി വരുന്നതുമായ ഒരു ഉത്തരാണ് ഇതിനകത്തുള്ളത്. അത് 900 ആണ്. അപ്പൊ 900 ഡിവൈഡഡ് ബൈ 60 നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം 15 കിട്ടും. അപ്പോ 60 പൂർണ്ണമായും ഈ 900-ൽ പോകുന്നുണ്ട്. മാത്രമല്ല 900 എന്ന് പറയുന്നത് 30ന്റെ ഒരു വർഗവും കൂടിയാണ്. അതുകൊണ്ട് 30ന്റെ വർഗം എന്ന് പറയുമ്പോൾ 900 എന്നാണ് ആൻസർ വരിക. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം 900 ആണ്.